വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ ഭാവം സ്നേഹമായിരുന്നു, അനന്തമായ സ്നേഹം. ഒരു പിതാവിന് സ്വന്തം മക്കളോടുള്ള കരുണ നിറഞ്ഞ സ്നേഹം. എന്നാൽ ഈ സ്നേഹത്തിൽ ജീവിക്കാൻ മനുഷ്യമക്കൾ മറന്നുപോകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കുക. അവന്റെ പേര് ഇവിടെ മിണ്ടിപ്പോകരുത്. ആണായിട്ട് പെണ്ണായിട്ട് എനിക്ക് ആകെയുള്ളൊരു സന്തതിയാണ് അവൻ. കാരണമെന്ന് ഈ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്കൂളിൽ പഠിക്കുന്നവനാ. ഇന്ന് കൂട്ടുകാരെ കൂടി മദ്യപിച്ച് റോഡിൽ വെച്ച് അടിയുണ്ടാക്കിയെന്ന്. ഇങ്ങനെയായ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? അതിന് തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ചാൽ മതി മുതലാളി. മിണ്ടിപ്പോകരുത്. മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ നിന്റെ ഒരു തമാശ. ഒരുപാട് പ്രതീക്ഷയോടെയാ ഞാൻ അവനെ വളർത്തുന്നത്. അതെല്ലാം തകിട് മറിച്ചുകൊണ്ട് അവന്റെ ഇന്നത്തെ പോക്ക്. അക്കാര്യത്തിൽ എന്റെ മകനെ കണ്ടുപഠിക്കണം. അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ കണ്ടുപിടിച്ചത് കൂപ്പിലിട്ടിട്ടില്ലേ? എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയായി പോയത്? വളർത്തുദോഷം, വളർത്തുദോഷം. അടക്കിലായാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമായാലോ അത് വെട്ടി മുതലാളിയുടെ തലയിൽ വെക്കേ. കുട്ടികൾ തലതിരിഞ്ഞു പോയാൽ സമൂഹം മാതാപിതാക്കളെ വഴിചാരും. അവന്റെ നശിച്ച കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം കാരണം. എന്നാ പിന്നെ അവനെ നന്നാക്കണതിനെ കൊണ്ട് അവന്റെ കൂട്ടുകാരെ നന്നാക്കിയ പോരെ? എന്തെല്ലാം തിന്മകളാണ് അവൻ ചെയ്തു കൂട്ടുന്നത്. സ്വന്തം പിതാവിന്റെ പോക്കറ്റിൽ നിന്നും പണം മോഷ്ടിക്കുക, കളവ് പറയുക, മദ്യപിക്കുക, കൂട്ടുകാരെ കൂടി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുക. അവനിവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നിട്ടാ? മുതലാളി അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട. മുതലാളിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവസ്നേഹത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചാൽ മതി മുതലാളി. ഞാനാകെ തകർന്നുകൊണ്ടിരിക്കുകയാണോ? ഒരു കുറവുമില്ലാതെയാണ് ഞാൻ അവനെ വളർത്തുന്നത്. ഇനിയിപ്പോ സുഖസൗകര്യങ്ങൾ കൂടിപ്പോയതിന്റെയാണോ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ മുതലാളി. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും നിൽക്കണം. എനിക്കെല്ലാം അറിയാമല്ലോ. ചെറുപ്പം മുതലേ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അനുസരിച്ച് വളർന്നവനാണ് ഞാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നെ സ്പർശിച്ചൊരു വചനമുണ്ട്, നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. എന്റെ പിതാവിൽ നിന്നും ഇങ്ങനെയെല്ലാം പഠിച്ചു വളർന്നവനാണ് ഞാൻ. എന്നിട്ടും എന്റെ മോനെന്താ ഇങ്ങനെയായി പോയത്? മക്കളെ കുറിച്ചുള്ള ഒരു പിതാവിന്റെ വേദന തനിക്കറിയില്ല. അവനിങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കാതെ, ഗുരുനാഥന്മാരെ അനുസരിക്കാതെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോയാൽ അവന്റെ അവസ്ഥ ഒടുവിൽ എന്തായിരിക്കും? മുതലാളി, മുതലാളി, അവൻ വരുന്നുണ്ട്.
നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോകും. പോകണമെങ്കിൽ ക്ലാസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ മറ്റുള്ളവരെ തലയിടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ആരാണോ നിന്റെ മറ്റുള്ളവർ? എന്റെ കർത്താവേ, സ്വന്തം അപ്പന്റെ മുഖത്ത് നോക്കി ഇവൻ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? ഓനെ ക്ലാസ്സിൽ കയറാതെ നടന്നാൽ നിന്റെ ഭാവി എന്താ? അപ്പനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു ഭാവി മണ്ണ കട്ട. ഇവൻ വലുതാകുമ്പോ പാട്ട മറക്കണ ആളാവും. ചങ്ക തകർന്നുകൊണ്ടാണ് ഈ അപ്പൻ പറയുന്നത്. നീ നിന്റെ എല്ലാ തിന്മകളും അവസാനിപ്പിച്ച് നീ ദൈവത്തിലേക്ക് തിരിയ. എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എടാ മോനെ, നീ നിന്റെ അപ്പം പറയണ കേക്കടാ. കുട്ടികളായി കഴിഞ്ഞാൽ അക്ഷരജ്ഞാനം വേണം, അല്ലെങ്കിൽ ബോധജ്ഞാനം വേണം, അതുമല്ലെങ്കിൽ ജ്ഞാനസ്നാനമെങ്കിലും വേണം. മോനെ, മക്കള് വഴിതെറ്റിയാൽ കാരണവന്മാരെ കുറ്റം പറയും. നീ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം പഠിക്കാൻ പോയിട്ടുണ്ട്? എത്ര ദിവസം കൂട്ടുകാരും കൂടി കറങ്ങാൻ പോയിട്ടുണ്ട്? എടാ, ഇതിനൊക്കെ വേണ്ടിയാണോ നിന്നെ ഞാൻ കാശ് മുടക്കി പഠിപ്പിക്കുന്നത്? കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എനിക്ക് കൂട്ടുകാരോടൊത്ത് ടൂറിന് പോകാൻ കുറച്ച് കാശ് വേണം. ഇല്ല, എന്റെ മകന്റെ ഭാവി നശിപ്പിക്കുന്നതിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. നിനക്ക് ഞാൻ കാശ് തരില്ല. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് കാശ് തരുന്നുണ്ടോ വേഗം? ഇല്ല, കൂട്ടുകാരി കൂടി കൂത്താടി നശിപ്പിക്കാൻ നിനക്ക് ഞാൻ 5 പൈസ തരില്ല. ഇറങ്ങി പോടാ പുറത്ത്. നിങ്ങളെ ഇന്ന് ഞാൻ എന്റെ മകൻ എനിക്ക് നേരെ കത്തിയെടുത്തത് കണ്ടില്ലല്ലോ. സമാധാനിക്കും മുതലാളി, എല്ലാം നേരെയാകും. അവനെ പ്രതി ഞാൻ ഒഴുക്കുന്ന കണ്ണുനീരിന് ഒരളവുമില്ല. എന്റെ കണ്ണുനീർ ദൈവം പോലും കാണുന്നില്ലല്ലോ. അവിടുന്ന് എന്നിൽ നിന്ന് മുഖം തിരിക്കുകയാണോ? അങ്ങനെ പറയല്ലേ മുതലാളി. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നില്ലേ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം കാണുന്ന പൊന്നു തമ്പുരാൻ തീർച്ചയായും മുതലാളിയുടെ മോനെ രക്ഷിക്കും. ഞാൻ അപ്പൻ്റെ അടുക്കലെ കാശ് ചോദിച്ചപ്പോഴേ അയാൾക്ക് തരാൻ മനസ്സില്ലെന്ന്. അങ്ങനെയാണെങ്കിലേ വീട്ടിൽ കയറാനേ എനിക്കും മനസ്സില്ല. നീ പറഞ്ഞതാ ശരി. അപ്പന്മാരോടൊക്കെ പോയി പണി നോക്കാൻ പറ. ഒരു ഉപദേശം. ഒന്ന് നിർത്തുന്നുണ്ടോ? നാശം. മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അയാൾക്കടെ ഒരു പാട്ട്. ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. നിർത്തോ, തന്നോട് അവനെ പാട്ട് നിർത്താൻ. പയ്യനല്പം ചൂടിലാണല്ലോ, ഒന്ന് തണുപ്പിക്കാം. എന്നാ പിന്നെ തമിഴായിക്കോട്ടെ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. എടോ താനാരാ? ഞാൻ
ദൈവമില്ലാത്ത ഒരു കമ്പനി കൂടരുത്. ദൈവമില്ലെങ്കിൽ ആ കമ്പനി പൊളിഞ്ഞു പോകും. ഇയാളൊന്ന് പോകുന്നുണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയാണ്. ഛെ, മാരണം. മോനെ, നിനക്കറിയാമോ, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. ഇയാളൊന്ന് പോകുന്നുണ്ടോ? ചൂടാകല്ലേടാ കുട്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. ഓഹോ, അങ്ങനെയാണ്. തന്റെ കയ്യിൽ പണമുണ്ടോ? ഉണ്ടോന്നോ? ഇന്നാ പിടിച്ചോ, പണത്തിന് പണം. 30,000 രൂപയുണ്ട്. 30,000 രൂപയോ? എന്താ കണ്ണു തള്ളിപ്പോയോ? പണം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ കയ്യിലുണ്ട്. കണ്ടോ, ഇത് ചുണ്ടിനടിയിൽ തിരികെ വെക്കുന്ന ഹാൻസ്. താങ്ക്സ്. താങ്ക്സ് അല്ല, ഹാൻസ്. ഇത് വയ്ക്കുമ്പോൾ തലച്ചോറിലെ വെള്ളമെല്ലാം വറ്റി ഞരമ്പ് വലിഞ്ഞു മുറുകി ഒരു തരിപ്പ് അനുഭവപ്പെട്ട് ലഹരി പിടിക്കുന്നു. ഇത് നിന്റെ പ്രായക്കാർക്ക് വലിക്കാനുള്ള സിഗരറ്റ്. നിന്നെക്കാളും അല്പം നീളം കൂടുതലാ. സാരമില്ല, വലിച്ചു ചെറുതാക്കിയാൽ മതി. ഇതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മദ്യം. എടവേ, ഇയാൾക്കിടെ എല്ലാ സാധനവും ഉണ്ടല്ലോ. തീർന്നില്ല, ഇതാ കൊച്ചു കൊച്ചു മാരകായുധങ്ങൾ. ഇതുകൂടി പിടിച്ചു. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിവാസം പോലെ എല്ലാം ജീവിക്കാം. എന്ത് നല്ല മനുഷ്യൻ. ഞാൻ ഇയാളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഹായ്, നമ്മൾ പ്രതീക്ഷിച്ച എല്ലാം ഇയാളുടെ കയ്യിലുണ്ട്. ഇയാളാണ് നമ്മുടെ എല്ലാം. സന്തോഷമായില്ലേ? ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഞങ്ങൾക്കത് മതി. എടാ, നമുക്കിന്ന് ഇയാളോടൊപ്പം അടിച്ചു പൊളിക്കാവടാ. നിർത്തൂ. ആഘോഷത്തിന് മുൻപ് ഇങ്ങനെയെല്ലാം ജീവിച്ച ഒരുത്തനെ ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ അവനെ ഒന്ന് കാണണമല്ലോ. മോനെ, മോനെ. ഇവനെന്താ ഇത് കറുത്ത തുണിയിട്ട് മൂടി വരുന്നത്? ഇവൻ നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരുവനാണ്. ഇവന്റെ സൗന്ദര്യം ആരും കാണാതിരിക്കാനാണ് മൂടിയിരിക്കുന്നത്. ഇവൻ ആരുടെ മകനാ? ഇവൻ ലോകത്തിന്റെ മകനാണ്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. അതിന്റെ സന്തതിയാണിവൻ. ഇയാള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാക്കി തരാം. കുഞ്ഞുനാളിലെ സ്നേഹവും വാത്സല്യവും നൽകി ഇവനെ ഇവന്റെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കി. ലോകത്തെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവൻ ദൈവത്തെ മറക്കാൻ തുടങ്ങി. പഠിക്കുമ്പോൾ സ്വന്തം പിതാവിനെ തല്ലി, അമ്മയെ ചവിട്ടി വീഴ്ത്തി, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന കൽപ്പന ലംഘിച്ചു. പിന്നെ കാശിനു വേണ്ടി മോഷണം തുടങ്ങി. നാട്ടിലും വീട്ടിലും കള്ളനായി മാറി. ദേഷ്യവും വിരോധവും പകയും കൂടപ്പിറപ്പായി മാറിയപ്പോൾ നാട്ടിൽ ഇവന്റെ പേരിൽ ധാരാളം കേസുകളുണ്ടായി. അങ്ങനെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി. അമ്പട കേരള, ഇവനാളും മിടുക്കനാണല്ലോ. ഇതിനിടയിൽ മദ്യപിക്കുക, പുകവലിക്കുക, ചിത്ത സിനിമകൾ കാണുക തുടങ്ങിയ തിന്മകളെല്ലാം ഇവനിൽ തഴച്ചു വളർന്നു. ഇന്നിവൻ സ്വന്തം വീട്ടിലും നാട്ടിലും വെറുക്കപ്പെട്ടവനായി മാറി. ആർക്കും വേണ്ടാത്തവൻ. എന്നാ പിന്നെ ഇത്രയും ഡീസന്റ് ആയ ഇവന്റെ മുഖം ഒന്ന് കാണണമല്ലോ. എന്നാ കാണ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച ഇവന്റെ രക്ഷയ്ക്കായി ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ, ദൈവം. കാൽവരി കുരിശിൽ യാഗമായി മാറിയ യേശു. ഇവനെ എനിക്കൊരു സാക്ഷിയാക്കണം. നന്മയിലേക്ക് നയിക്കാൻ അന്ധകാര ശക്തിയുടെ പിന്നാലെ പായുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇവനെ എനിക്ക് സാക്ഷിയാക്കണം.
നന്മയിലേക്ക് നയിക്കാൻ പ്രചോദനമേകുന്ന സാക്ഷി, ദൈവത്തിന്റെ സാക്ഷി. If the Spirit of the Lord is in my soul, like David the sinner, I will pray. I will pray. I will pray. Like David the sinner, I will pray. എനിക്കെല്ലാം മനസ്സിലായപ്പോ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇന്നു മുതൽ എന്റെ എല്ലാ തിന്മകളും ഉപേക്ഷിച്ച് ഞാൻ അപ്പനെ അനുസരിക്കുന്ന മകനായി ജീവിക്കാം. എന്റെ പൊന്നു മോനെ, സ്വർഗസ്ഥിതനാം ദൈവത്തെ ആരാധിച്ചിടാം, സ്വർഗങ്ങൾക്കുടയവനെ വാഴ്ത്തി വണങ്ങിടാം. സ്വർഗസ്ഥിതനാം ദൈവത്തെ ആരാധിച്ചിടാം, സ്വർഗങ്ങൾ